തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ നിന്ന് ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവ്വസുധാംനാഥ, അവിടുന്ന് കർത്താവ് ഒരു പ്രാവശ്യം കൂടെ കർത്താവെ അങ്ങയുടെ ജനത്തെ നയിക്കുവാൻ അങ്ങൊരുക്കുന്ന സാവകാശത്തിനായി നന്ദിയോട് സ്തോത്രം കർത്താവേ. കർത്താവെ, ഈ ശുശ്രൂഷയിൽ കൂടെ കർത്താവെ തൻ്റെ ജനത്തെ അങ്ങയുടെ വിശ്വാസത്തിലും കർത്താവ് വചനത്തിൽ ഉറപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വചനമായ ദൈവത്തെ രുചിച്ചറിയുവാൻ കർത്താവെ, ഉൾക്കൊള്ളുവാൻ കർത്താവെ, അതിനെ സ്വീകരിച്ച് കർത്താവെ അടിയങ്ങളുടെ ജീവിതം കർത്താവെ തിട്ടപ്പെടുത്തുവാനും കർത്താവെ പുതുക്കുവാനും കർത്താവെ രൂപാന്തരപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ കൃപയുടെ സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കർത്താവ് വചനം ഞങ്ങളെ ബലപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ, സ്ഥാനങ്ങളിൽ, മേഖലകളിൽ കർത്താവെ വചനത്തിൽ കർത്താവെ അടിസ്ഥിതമായ ജീവിതം നയിക്കുവാൻ കർത്താവെ യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറയത്തക്കണം കർത്താവെ, വചനമായ ദൈവത്തെ അനേകർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൃപയും സാന്നിധ്യം ഇന്നത്തെ ശുശ്രൂഷയുടെ മേലുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് അടിയൻ്റെ ശബ്ദത്തോടുകൊണ്ട് വാക്കുകളൊക്കെ വചനത്തോട് കണ്ടത്തോടും ഉണ്ടായിരിക്കും കർത്താവ്. പ്രതിസന്ധികളില്ലാതെ ലളിതമായ കർത്താവെ തൻ്റെ വചനം തൻ്റെ ജനത്തിൽ എത്തിക്കുവാൻ അവിടുന്ന് അങ്ങ് സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പുണ്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവിട്ട കൃപകളാൽ ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങൾ ഓർത്ത് നമ്മളെപ്പോഴും സ്തോത്രം കരയറ്റുന്നവരായിരിക്കണം. നമ്മുടെ ആയുസ്സിൽ പലപ്പോഴും നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ വ്യക്തതയിലോ പറയുവാൻ കഴിയുവാൻ ഇടയാകാതെ പോകുന്നത് നാം ഭയക്കുന്നൊരു കാര്യമുണ്ട്. ജനസമൂഹം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സാഹചര്യങ്ങൾ. ആ ഭയം എന്ന് പറയുമ്പോൾ യഥാർത്ഥമായ സത്യത്തിനെ ജനമധ്യത്തിലേക്ക് എത്തിക്കുവാൻ ഉള്ളൊരു ഭയമാണ്. ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സത്യത്തിന് വേണ്ടി നിലകൊണ്ടാൽ അതിൻ്റെ പ്രയാസമോ പ്രതികരണമോ അതിൻ്റെ ഭവിഷ്യത്തുകളോ എന്തായിരിക്കുമെന്നുള്ളൊരു ഭയത്തിലാണ് നാം അനേകർ ജീവിച്ചു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം എന്ന് പറയുമ്പോൾ ഇന്ന് അതൊരു വിരളമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. വ്യാജങ്ങളും വ്യാജ പ്രചരണങ്ങളും ഏറ്റവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. അത് ഏത് സാഹചര്യത്തിലും ആയിക്കൊള്ളട്ടെ, സാമൂഹിക രംഗത്തും ഔദ്യോഗിക രംഗത്തും ആത്മീയ മേഖലകൾ, എന്തിന് ഇന്ന് ഭരണ മേഖലകളിൽ പോലും അത് ഏറ്റവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. ഒരേ വ്യാജം പലവട്ടമായ പല രീതിയിൽ ജനമധ്യത്തിൽ എത്തിക്കുവാൻ പരിശ്രമിച്ച് ആ വ്യാജത്തെ ജനം സ്വീകരിക്കുക മാത്രമല്ല അത് സത്യമെന്ന് കരുതുന്ന അവസ്ഥയിലേക്കായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പ്രതിയോഗി എത്രമാത്രമാണ് ഈ വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ഇന്ന് ലോകം ഭരിക്കുന്നതെന്ന് നാം മറന്നു പോകുന്നുണ്ട്. ഇന്ന് ലോകത്തിലെ പല കാര്യങ്ങളും വന്നു ഭവിക്കുവാൻ ഇടയാകുന്നത് ഇപ്രകാരമുള്ള വ്യാജങ്ങൾ മാധ്യമങ്ങളിൽ കൂടെ അത് സത്യമെന്ന് വരുത്തി തീർക്കുന്ന അവസ്ഥകളാണ്. അതായത് വ്യാജങ്ങളെ ഉറക്കെ പറഞ്ഞുകൊണ്ട് അത് സത്യമാക്കുന്ന ഒരു മാധ്യമ പ്രവർത്തന മേഖലകളിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. തന്മൂലം ഇന്ന് വ്യക്തിഗത ജീവിതത്തിലായാലും നമ്മുടെ ഏത് സാഹചര്യത്തിലായാലും ഇന്ന് പലപ്പോഴും നാം വ്യാജം പറയുമ്പോൾ അതൊരു സാധാരണ ഗതിയായി അല്ലെങ്കിൽ സാധാരണയായി മാറിപ്പോയ അവസ്ഥയാണ്. അതിനെ വ്യാജം പറയുമ്പോൾ നമുക്കൊരു ഭയപ്പാടില്ലാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്രകാരം ആയിത്തീരുന്നതെന്ന് നാം ചിന്തിക്കുമ്പോൾ ആ വ്യാജം പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾക്കോ നമ്മുടെ സാഹചര്യങ്ങൾക്കോ അതൊരു കോട്ടം വരുത്തുകയോ ഒരു പ്രയാസം സൃഷ്ടിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് സ്വീകാര്യമെന്നുള്ള ജീവിത ശൈലിയിലാണ് ഇന്ന് കടന്നു പോകുന്നത്. നാം വ്യാജം പലപ്പോഴും പറയുമ്പോൾ ഒരു ചോദ്യചിഹ്നത്തിലാണ് വ്യാജം എപ്പോഴും നിർത്തിപ്പോകുന്നത്. ഇത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടങ്ങ് കടന്നു പോകും. അതിൻ്റെ യഥാർത്ഥ അവസ്ഥ അല്ലെങ്കിൽ യഥാർത്ഥ കാര്യത്തിലേക്ക് കടന്നു വരുവാൻ പലപ്പോഴും അനേകർക്ക് കഴിയാറില്ല. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നാം മറ്റുള്ളവരെ പറ്റി ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ നമുക്ക് പൂർണ്ണമായി അറിയാമെങ്കിലും ആ പറയുന്ന സാഹചര്യങ്ങളിൽ അത് വ്യാജമെന്ന് പറയത്തക്കോണം ഇന്ന് പലർക്കും അതിനുവേണ്ടി നിലകൊള്ളുവാൻ കഴിയാറില്ല. അതിൻ്റെ ഒക്കെ കാര്യമെന്ന് പറയുമ്പോൾ അപ്രകാരം അതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അവരുമായിട്ടുള്ള ബന്ധത്തെ എങ്ങനെ അത് ഭാവിക്കും, ആ ബന്ധത്തിന് എന്ത് പ്രയാസം കടന്നു വരുമെന്നുള്ളൊരു ചിന്തയാണ്. സദൃശവാക്യങ്ങളിൽ
12-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. സത്യത്തോടെ പെരുമാറുന്നവനോ അവന്റെ പ്രമോദമാകുന്നു. വ്യാജമുള്ള അധരങ്ങൾ. ഈ വ്യാജത്തിൻ്റെ ആരംഭം ഈ ലോകം സൃഷ്ടിച്ചപ്പോൾ മുതലേ ഉള്ള കാര്യമാണ്. നാം വചനം ഉടനീളം വായിക്കുമ്പോൾ ഈ വ്യാജത്തെ വെറുക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. അപ്പോൾ ഇവിടെ വ്യക്തമായി പറയുന്നത്, വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, സത്യത്തോടെ പെരുമാറുന്നവരോ അവൻ്റെ പ്രസാദമാകും. ഇതറിഞ്ഞാൽ പോലും, ഇത് വായിച്ചാൽ പോലും, അത് കഴിഞ്ഞ് അടുത്ത നിമിഷം ചില സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കഴിയാത്ത അവസ്ഥയാണ്. മുമ്പോട്ട് വായിക്കട്ടെ. സദൃശവാക്യം 19:5 ഇപ്രകാരമാണ് പറയുന്നത്, കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല, വ്യാജം സംസാരിക്കുന്നവൻ രക്ഷപ്പെടുകയുമില്ല, എങ്കിലും ഭയമില്ല. അത് ഭയമില്ലാത്ത കാരണം ഇന്ന് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ, കൃപായുഗത്തിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവ് നമുക്ക് അനേകമായ അവസരങ്ങൾ തരുമ്പോൾ, ഇന്ന് വ്യാജം പറയുകയോ കള്ളസാക്ഷ്യം പറയുവാൻ ഒരു ഭയമില്ലാത്ത ജനമധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെയും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഇന്ന് സ്വന്തം കുടുംബജീവിതത്തിൽ പോലും പലപ്പോഴും ഇപ്രകാരം വ്യാജം പറഞ്ഞ് കുടുംബജീവിതം നിലനിർത്താൻ പരിശ്രമിക്കുന്ന കുടുംബങ്ങളുണ്ട്. വ്യാജത്താൽ വിവാഹ ചടങ്ങിലേക്ക് കടന്നു വരുന്ന കുടുംബങ്ങളുണ്ട്. ഇതൊന്നും ഇന്നൊരു ഭയമില്ലാത്ത അവസ്ഥയാണ്. ആ ഭയമില്ലാത്ത അവസ്ഥ കടന്നു വരുമ്പോൾ അവിടെ പ്രതിസന്ധികൾ വരാൻ സാഹചര്യമുണ്ടെന്ന് പോലും ആരും മനസ്സിലാക്കാറില്ല. അവരുടെ കുടുംബജീവിതത്തിൻ്റെ ചിലപ്പോൾ ആരംഭം ഇപ്രകാരമുള്ള വ്യാജ കാര്യങ്ങളിൽ കൂടെ ആയിരിക്കും. അതിൻ്റെ അടിസ്ഥാനമുണ്ടെങ്കിലും അത് മുൻപോട്ട് ചെല്ലുമ്പോൾ ഒരു പ്രയാസം വരുവാൻ ഇടയാകുന്ന പോലും ചിന്തിക്കാതെ ഇപ്രകാരം കുടുംബബന്ധത്തിലേക്ക് കടക്കുന്ന വ്യക്തികളുണ്ട്. ഇന്ന് വ്യാജം അടിസ്ഥാനമായി പടുത്തുയർത്തുന്ന ശുശ്രൂഷകളും മറ്റു പ്രവർത്തനങ്ങളുമുണ്ട്. ഇതൊന്നും ഇന്ന് ജനത്തിന് കാണുവാൻ കഴിയാതെ പോകുന്നത്, അവരുടെ കണ്ണ് മറച്ച് കളഞ്ഞ് പ്രതിയോഗി അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു മറ സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ്. അവർക്ക് ഈ വ്യാജം സത്യമായിട്ടാണ് മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്. കൊലോസ്യ ലേഖനം 3:9 ഇപ്രകാരമാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, പരസ്പരം വ്യാജം പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് അത് കഴിഞ്ഞ് യഥാർത്ഥത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത്, ഉരിഞ്ഞു കളഞ്ഞ് നാം പുതിയ സൃഷ്ടി ആര് പ്രകാരമാകണം എന്നാന്ന് പറയുമ്പോൾ, അത് നമ്മെ സൃഷ്ടിച്ച യഹോവയുടെ പ്രതിരൂപമായ പുതിയ സൃഷ്ടിയായി തീരണമെന്നാണ്. യഹോവയുടെ പ്രതിരൂപമായ പുതിയ സൃഷ്ടിയാകുമ്പോൾ അവിടെ വ്യാജത്തിനൊരു സ്ഥാനമില്ല. നാം പലപ്പോഴും ദേവാലയങ്ങളിൽ കടന്നുപോയി തിരുമേശകളിൽ സംബന്ധിച്ച് അതിനു മുൻപുള്ള പ്രാർത്ഥന, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, എൻ്റെ കർത്താവേ എൻ്റെ പാപങ്ങൾ കഴുകി എന്നെ ശുദ്ധീകരിച്ച് എൻ്റെ തിരുമേശയിലേക്ക് കടന്നു വരുമ്പോൾ അത് എൻ്റെ ശിക്ഷാവിധിക്കാകല്ലെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് അത് കഴിഞ്ഞ് അല്പനിമിഷം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് പിന്നെയും ആ വ്യാജം കടന്നു വരുമ്പോൾ നമ്മളുടെ പാപമേറ്റു പറഞ്ഞ ആ പ്രാർത്ഥനയ്ക്ക് എന്തർത്ഥമാണുള്ളത്? ആ തിരുമേശയിൽ സംബന്ധിച്ച് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നാം അനുഭവിച്ചിട്ട് ആ തിരുശരീര രക്തങ്ങളെ നാം തള്ളിപ്പറയുന്ന അവസ്ഥകളല്ലേ ഇതൊക്കെ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്കോണം കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ യാഗമായി അർപ്പിച്ച് എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ കഴുകത്തക്കോണം സ്വയം യാഗമായി വേദനയുടെ താഴ്വരയിൽ കടന്നുപോയി നിന്ദിക്കപ്പെട്ട് പരിഹാസിക്കപ്പെട്ട് കടന്നുപോയിട്ട് ഇന്നും നാം അതുതന്നെയല്ലേ നാം ചെയ്യുന്നത്? ആ കർത്താവിനെ നിന്ദിക്കുകയും പരിഹസിക്കുന്ന അവസ്ഥയിലല്ലേ നാം ജീവിക്കുന്നത്? തിരുമേശകളിൽ സംബന്ധിച്ചതുകൊണ്ട് കാര്യമായില്ല. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിയിട്ട് കാര്യമില്ല. അതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതെൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാം ഇന്നും പഴയ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത്. ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. നാം സഭകൾ പറയുന്ന എല്ലാ നോയമ്പുകളും എടുക്കുന്നുണ്ടായിരിക്കും, സഭകളിൽ അനുസരിക്കുന്ന എല്ലാ കാര്യങ്ങളും നാം അതിൽ പോയി കടന്നു ചെന്ന് സംബന്ധിക്കുന്നുണ്ടായിരിക്കും.
പക്ഷേ ഇത് പഴയ നിയമത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തുകൊണ്ടൊരു ജനസമൂഹമായി നാം മാറി ഒന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതല്ല പുതിയ നിയമം. പുതിയ നിയമം, കർത്താവിൻ്റെ പുതിയ നിയമം എന്ന് പറയുമ്പോൾ പാപത്തിനെ വിട്ടോടി പുതിയ സൃഷ്ടികളായി ദൈവത്തെ മഹത്വീകരിക്കുന്നതായി തീരണം. യഥാർത്ഥമായി ഈ വ്യാജത്തിൻ്റെ ആരംഭം കുറിച്ചത് നാം യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ ഏദൻ തോട്ടത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 3:1 ഇപ്രകാരമാണ് പറയുന്നത്: യഹോവയായ ദൈവം സൃഷ്ടിച്ച സകല വന്യജീവികളിലും വെച്ച് പാമ്പ് കൗശലമേറിയതായിരുന്നു. പാമ്പ് സ്ത്രീയോട് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ നാം മനസ്സിലാക്കേണ്ടത് തോട്ടത്തിലെ സകല വൃക്ഷങ്ങൾ, അതായത് ആ തോട്ടത്തിലെ ഒരു വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ലെന്നാണോ ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് അത് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പ്രതിയോഗിക്ക് വ്യക്തമായി അറിയാം. ഏത് വൃക്ഷത്തെ ഫലം കഴിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പലപ്പോഴും നമ്മുടെ ചുറ്റും നാം കേൾക്കുന്ന ശബ്ദം. അത് കേൾക്കുമ്പോൾ നാം അതിൻ്റെ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയാതെ ഇവിടെ പറയുമ്പോൾ സകല വൃക്ഷങ്ങളുടെയും ഫലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ സംഭാഷണമാണ് യഥാർത്ഥത്തിൽ ആദ്യ മാതാപിതാക്കളെ പാപത്തിലേക്ക് നയിക്കുവാൻ ഇടയാകുന്നത്. ഇപ്രകാരം ഒരു സംഭാഷണം കടന്നു വരുമ്പോൾ, വ്യാജത്തിൻ്റെ സംഭാഷണം കടന്നു വരുമ്പോൾ, ഇതെനിക്ക് കേൾക്കണ്ട, എനിക്കിതിൻ്റെ യാഥാർത്ഥ്യം അറിയാം, മാറിപ്പോയിക്കൊള്ളുക എന്ന് പറയത്തക്കോണം ഇന്ന് നമുക്ക് അനേകർക്ക് കഴിയാറില്ല. നാം അത് കേൾക്കുക മാത്രമല്ല, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിഞ്ഞ് പിന്നെ നമ്മുടെ പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും അതിനൊത്തവണ്ണമായി മാറുവാനാണ് ഇടയാകുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആരെ പറ്റിയെങ്കിലും ഇപ്രകാരം ഒരു വ്യാജം കേൾക്കുമ്പോൾ നാം അത് നമുക്ക് അവിടെ ഒരു സംശയമാണ് ഉളവാകുന്നത്. ഇത് സത്യമാണോ? ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അവരെ വർഷങ്ങളായി അറിയുന്നവരായിരിക്കും, ചിലപ്പോൾ ഒരു കുടുംബമായിരിക്കും. പക്ഷേ ഇപ്രകാരം ഒരു കാര്യം കേൾക്കുമ്പോൾ അവിടെ നമ്മുടെ ചിന്തകളിൽ ഒരു സംശയത്തിൻ്റെ വിത്ത് പാകുകയാണ്. മുമ്പോട്ട് കഴിയുമ്പോൾ ആ വിത്ത് വലിയ വൃക്ഷങ്ങളായി ആ ബന്ധത്തിനെ എന്നേക്കുമായി നശിപ്പിക്കത്തക്കവണ്ണ ഒരു സാഹചര്യമാണ് ഒരുക്കപ്പെടുന്നത്. ഇവിടെയും അത് തന്നെയാണ് നടന്നത്. ആ സംശയം അവരെ സംശയത്തിലേക്ക് നയിക്കുക മാത്രമല്ല, പാപത്തിലേക്ക് നയിക്കുകയും യഹോവയായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്നേക്കുമായി അകറ്റുന്ന അവസ്ഥയാണ് കാണുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഇന്ന് ദൈവവുമായി അകലത്തക്കോണം സാഹചര്യങ്ങൾ ഇപ്രകാരം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അംശമെങ്കിലും ഇപ്രകാരമുള്ള വ്യാജമാണെന്ന് നാം മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 15:18-19 വായിക്കുമ്പോൾ, വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, വേശ്യാവൃത്തി, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് വരുന്നു. അവിടെ വായിൽ നിന്ന് പുറപ്പെടുന്നതൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്നെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ പല പ്രതികരണങ്ങളുടെയും യഥാർത്ഥമായ സ്രോതസ് നമ്മുടെ ഹൃദയമാണെന്നാണ് പറയുന്നത് കർത്താവ്. അവിടുന്ന് കടന്നു വരുന്നത് ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, വേശ്യാവൃത്തി, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഉറവിടം എവിടെയാണ്? ഹൃദയമാണ്. ഹൃദയം അതിൻ്റെ ഉറവിടമാകണമെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ പരിശുദ്ധാത്മാവില്ല. നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവിടെ അന്ധകാരത്തിന് പിന്നെ ഒരു സാഹചര്യമില്ല, അല്ലെങ്കിൽ ആ അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ചിന്തകൾക്കും അവിടെ ഒരു സ്ഥാനമില്ല. നാം യഥാർത്ഥത്തിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ബലപ്പെടുന്നവരാണോ? ആ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വ്യക്തികളാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
ഇവിടെ വ്യക്തമായി പറയുന്നത് എന്താ? ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, വേശ്യാവൃത്തി, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവയൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്നു. നാം പലപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് അർദ്ധസത്യം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് വൈറ്റ് ലൈസ്. പ്രിയ സഹോദര, അങ്ങനൊരു കാര്യമില്ല. നാം പറയുന്ന വ്യാജങ്ങൾ അത് പകുതി വ്യാജമോ പൂർണ്ണ വ്യാജമോ അങ്ങനൊരു കാര്യമില്ല. വ്യാജം വ്യാജമാണ്. വ്യാജത്തിന് മറ്റൊരു പര്യായമില്ല. അത് വ്യാജം മാത്രമാണ്. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. 10 കൽപ്പനയിൽ ഒരു കൽപ്പന എന്താണെന്ന് നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 20:16 ഇപ്രകാരമാണ് പറയുന്നത്: അയൽക്കാരനെതിരായി നീ കള്ളസാക്ഷ്യം പറയരുത്. ചിലപ്പോൾ അന്ന് യഹോവയായ ദൈവം കള്ളസാക്ഷ്യം അയൽക്കാരനെതിരെ കേട്ടിട്ടുള്ളായിരിക്കും. പക്ഷെ ഇന്ന് യഹോവയായ ദൈവം അത് പറയുവാണെങ്കിൽ നീ കള്ളസാക്ഷ്യം പറയരുതെന്നാക്കി മാറ്റും. കാരണം ഇന്ന് കള്ളസാക്ഷ്യം ഭവനത്തിലും കുടുംബങ്ങളിലും എല്ലായിടത്തും ഉണ്ടത്. എത്രയോ കുടുംബങ്ങൾ ശിഥിലമാകുവാൻ ഇടയാകുന്നത് ഇപ്രകാരമുള്ള കള്ളസാക്ഷ്യങ്ങൾ പരസ്പരം അവിടെ പറയുമ്പോഴാണ്. ചെയ്യാത്ത കാര്യത്തിന് മറ്റുള്ളവരെ വിധിക്കുന്ന അവസ്ഥ, ചെയ്യാത്ത കാര്യങ്ങളെ മറ്റുള്ളവരെ അതിലേക്ക് തള്ളിയിടുന്ന അവസ്ഥ. അതാണോ യഥാർത്ഥമായ കർത്താവ് നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉപയുക്തമാക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ നാവ്. അതിനെപ്പറ്റി വ്യക്തമായി യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ യഥാർത്ഥത്തിൽ 3-ാം അധ്യായം എല്ലാവരും ഒന്ന് ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ നാവിൻ്റെ പ്രയാസം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ 3:6 വായിക്കുമ്പോൾ നാവ് തീയാകുന്നു, തിന്മയുടെ ഒരു ലോകം തന്നെ. അത് നമ്മുടെ അവയവങ്ങളുടെ കൂട്ടത്തിൽ സ്ഥിതി ചെയ്ത് ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു. ജീവിതചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. എന്തിന്? ഈ കാലയളവിൽ ഒരു യുദ്ധത്തിൻ്റെ ആരംഭം നാവല്ലേ ഉളവായത്? എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രതിഫലിക്കുമ്പോൾ അത് വലിയ പ്രയാസത്തിലേക്കാണ് നയിക്കുന്നതെന്ന് പലപ്പോഴും മറന്നു പോകാറുണ്ട്. നാവ് ഒരു ചെറിയ അവയം. ആ അവയം കൊണ്ട് എത്രയോ ഭവനങ്ങൾ ഇന്ന് പ്രയാസത്തിലാണ്. വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തുവാൻ ഇടയാകുന്നത് പലപ്പോഴും ഈ നാവാണ്. മറ്റുള്ളവരെ സ്വീകരിക്കുവാൻ കഴിയാതെ അവരുടെ ജീവിതത്തിൽ വിഷം കലർത്തുന്ന അവസ്ഥയാണ് ഒരു നാവ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ മധ്യത്തിൽ വായിച്ചത് നാവ് ഒരു തീയാകുന്നെന്ന് പറയുമ്പോൾ എല്ലാം നശിപ്പിക്കുവാൻ കഴിയുന്ന വാക്കുകളിൽ ആണ് നമ്മുടെ നാവിൽ നിന്ന് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരിടത്ത് പറയുന്നുണ്ട്, അതേ അവയം കൊണ്ട് നാം ദൈവത്തെ സ്തോത്രം ചെയ്യുകയും മറ്റുള്ളവരെ ശപിക്കുകയും ചെയ്യുന്ന അവസ്ഥ. നാം അത് ചിന്തിക്കാറുണ്ടോ? ഒരു അനുഗ്രഹപ്രദമായ ശുശ്രൂഷ പൂർത്തീകരിച്ച് താഴേക്ക് കടന്നു വന്ന് ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ, നാം വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ ഒരു വാഹനം കുറുകെ ചാടുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പോലും ചിന്തിച്ചു പോകും, ഈ വ്യക്തിയാണോ ഇപ്പോൾ തിരുമേശയിൽ സംബന്ധിച്ചിട്ട് കടന്നു പോയത്? എന്തിന് ഭവനത്തിൽ ചെന്ന് ഭക്ഷണത്തിനിരിക്കുമ്പോൾ ചിലപ്പോൾ അന്ന് ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കോലാഹലങ്ങൾ കാണുമ്പോൾ കർത്താവ് ചിന്തിക്കും, ഈ വ്യക്തിയാണോ, ഈ കുടുംബമാണോ ഇന്ന് എൻ്റെ തിരുമേശയിൽ സംബന്ധിച്ചിട്ട് മടങ്ങിപ്പോയത്? അതുകൊണ്ടാണ് ഒരേ നാവും കൊണ്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുകയും അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്ന അവസ്ഥ. എന്തുകൊണ്ട്? കാരണം ഇതിനെ കടിഞ്ഞാണിടാൻ കഴിയത്തില്ലെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു. പക്ഷേ അതിനെ കടിഞ്ഞാടിടുന്നവൻ, അതിനെ നാവിനെ മെരുക്കുന്നവൻ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്കുമാണെന്നും ആ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. നാം യഥാർത്ഥത്തിൽ യാക്കോബ് ശ്ലീഹയുടെ 3-ാം അധ്യായം ശരിക്കൊന്നും ഓരോ വാക്യം നാം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നാവിനെ മെരുക്കുവാനുള്ള കൃപ
നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭ്യമാകുവാൻ കഴിയും. കൃത്യമായി വ്യക്തതയോടെയുള്ള ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. അവിടെ ഒരു മറയില്ലാത്ത കാര്യമാണ്. അതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈല്യൂഷൻ ഇല്ല. അതിൻ്റെ പൂർണ്ണതയിൽ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അപ്രകാരം വചനം കേൾക്കുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്കതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥയാണ്. യാക്കോബിൻ്റെ ലേഖനം 3:8 ഇപ്രകാരമാണ് പറയുന്നത്: നാവിനെയോ ഒരു മനുഷ്യനും മെരുക്കാവുന്നതല്ല, നാവിനെ ഒരു മനുഷ്യനും മെരുക്കാവുന്നതല്ല, അതടങ്ങാത്ത ദോഷമാണ്, അത് അടങ്ങാത്ത ദോഷമാണ്, മാരകമായ വിഷം നിറഞ്ഞതാണ്. മാരകമായ വിഷം നിറഞ്ഞതാണ്. പലപ്പോഴും കുടുംബജീവിതം തകരുവാനിടയാകുന്നത്, സാമൂഹ്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത്, നമ്മുടെ ആത്മീയ രംഗത്തും കൂട്ടായ്മകളിലും മറ്റ് ശുശ്രൂഷകളിലൊക്കെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നത് നാം ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ ഈ ചെറിയ അവയവമാണ്. അരുതാത്തത് പറഞ്ഞ്, വ്യാജം പറഞ്ഞ്, ദൂഷണം പറഞ്ഞ് പ്രതിസന്ധികൾ സൃഷ്ടിക്കത്തക്കോണം അത് ഉളവാകുന്നു. അതിനെ മെരുക്കുവാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അതായത് ഒരു വൃക്ഷം നാം വെച്ചു കഴിഞ്ഞാൽ വേറൊരു ഫലം കിട്ടുമോയെന്ന്. കിട്ടത്തില്ല. അത്തി നട്ടാൽ ഒലിവോ, ഒലിവ് നട്ടാൽ അത്തിയോ കിട്ടത്തില്ല. അത് അതിൻ്റേതായ ഫലമേ തരത്തുള്ളൂ. അപ്പോൾ എൻ്റെ നാവിൽ നിന്ന്, എൻ്റെ സ്രോതസ്സിൽ നിന്ന്, അതായത് വാക്കുകൾ ദൈവനാമം മഹത്വത്തിനായി നാം ഉയർത്തുമ്പോൾ, അതേ നാവ് കൊണ്ട് മറ്റുള്ളവരെ ദൂഷണം പറയുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ശപിക്കുന്നുണ്ടെങ്കിൽ, അവിടെ പറയുന്നത് ഒരേ സ്രോതസ്സിൽ നിന്ന് കയ്പുള്ള വെള്ളവും മധുരവെള്ളവും വരത്തില്ലെന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ കയ്പുള്ളത് മാത്രം വരും, അല്ലെങ്കിൽ മധുരവെള്ളം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, യോഹന്നാൻ്റെ സുവിശേഷം 8:31-32 കർത്താവ് യഹൂദന്മാരോട് പറയുന്നൊരു കാര്യം ഇന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി തീരും. അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ ജീവിക്കുവാൻ പഠിക്കണം, നിലകൊള്ളുവാൻ പഠിക്കണം. അവരോട് പറയുന്നതാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ അടിസ്ഥാനമായ ജീവിതം നയിക്കണം, വചനത്തിന് വേണ്ടി നിലകൊള്ളണം. അപ്പോൾ വചനം നമ്മളെ സത്യം കാണിക്കും. ആ സത്യം നമ്മളെ വിടുവിക്കുവാൻ, സ്വതന്ത്രനാക്കാനിടയാകും. എന്തിൽ നിന്ന് സ്വതന്ത്രം? പാപ സ്വഭാവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യം, നമ്മുടെ ചിന്തകളിലും കടന്നുകൂടുന്ന പ്രതിസന്ധിയുള്ള ദൂഷണ ചിന്തകളും വ്യഭിചാരത്തിൻ്റെ ചിന്തകളിൽ നിന്നുള്ളൊരു സ്വാതന്ത്ര്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, തിരുമധുരം എന്ന ഈ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ, വചനത്തിന് അടിസ്ഥാനമായൊരു ശുശ്രൂഷയായിരിക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ നാം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരുത്തുവാൻ ഇടയാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ യഥാർത്ഥമായ സർവ്വനാഥ, എത്രത്തോളം ഞങ്ങളെ വഴിയടത്തിയ നന്മകൾക്കായ സ്തോത്രം കർത്താവേ. സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, ഭവിഷ്യത്തുകളെ വകവെക്കാതെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ സഭകളും കൂട്ടായ്മകളും ശുശ്രൂഷകളും ബലപ്പെടുവാൻ കർത്താവേ, സത്യത്തിന് വേണ്ടി നിലകൊണ്ട് കർത്താവേ ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പാട്ടുകാരൻ പാടുന്നത്, സത്യത്തിന് വേണ്ടി നിലകൊണ്ട് സ്നേഹത്തിൻ്റെ കൊടിയുമായി മുന്നേറുവാൻ, സത്യത്തിൻ്റെ പാതയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കൊടിയുമായി മുന്നേറുവാൻ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാക്ഷ്യ ശുശ്രൂഷയിൽ ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അപ്രകാരമുള്ള സാക്ഷ്യത്തിലേക്ക് വഴി നടത്താൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ ബലഹീനതയും ക്ഷമിച്ച് കർത്താവേ. എൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നീ ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചോളണം. യേശു സാക്ഷിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.